ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ തംബ്നെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. യെസ്, അസ്വി മലയാളത്തിൽ അശ്വതി ചേച്ചി ചെയ്ത സെയിം ബ്ലാക്ക് സാരിയിൽ സിൽവർ ഓക്സിഡൈസ്ഡ് ജ്വൽസ് വെച്ചിട്ട് എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യുന്നതെന്നുള്ളതാണ്. നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റ്സ് വെച്ചിട്ട് സെയിം ലുക്ക് എങ്ങനെ റീക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സാരിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഞാൻ മുകളിൽ കാർട്ടിൽ കൊടുക്കാം. അപ്പോൾ ഇതായിരുന്നു ആ ഒരു ലുക്ക്. ജസ്റ്റ് നമുക്ക് എങ്ങനെയാണ് കാണാം. അസ്വി ചേച്ചി ചെയ്ത സെയിം മേക്കപ്പ് ഒന്ന് റീക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ എന്റെ ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ പോവാണ്. പറഞ്ഞ പോലെ തന്നെ ഞാൻ രാവിലെ സ്കിൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് തന്നെ ടോൺ ചെയ്തിട്ടുണ്ടായി, മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാം ചെയ്തിട്ടുണ്ടായി. പക്ഷെ എങ്കിൽ പോലും ഇപ്പൊ ഒന്നുകൂടെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടും അത് മാത്രമല്ല നന്നായി മേക്കപ്പ് ലാസ്റ്റ് ചെയ്യാനായിട്ടും നല്ല സ്മൂത്ത് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതും സിൽവർ ഓക്സിഡൈസ്ഡും ആ ഒരു ലുക്ക് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാണ്. ഇനി ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് നിവിയയുടെ ലിപ് ബാം ആണ്. ജസ്റ്റ് ലിപ്സും കൂടെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അത് അപ്ലൈ ചെയ്യുന്നത്. ഇത് നല്ല അടിപൊളി മോയ്സ്ചറൈസിങ് ലിപ് ബാം ആണ് കേട്ടോ. അപ്പം ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്കൊരു പ്രൈമർ അപ്ലൈ ചെയ്യാം അല്ലേ. മേഡ് ആബ്സല്യൂട്ട് ബ്ലാക്ക് പെർഫെക്റ്റ് പ്രൈമർ ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അത് ഉപയോഗിച്ച് നന്നായിട്ട് ഫേസ് നന്നായി പ്രൈം ചെയ്യാണ്. ഇത് അത്യാവശ്യം നല്ലൊരു പിങ്ക് ടോൺ ഉള്ളതാണ്. ഇത് ഉപയോഗിച്ചാൽ തന്നെ അത്യാവശ്യം നല്ലൊരു മേക്കപ്പ് നമുക്ക് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് കൂടുതലൊന്നും അപ്ലൈ ചെയ്യണമെന്നില്ല. അപ്പൊ ഞാനത് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ ലാക്മിയുടെ പ്രൈമർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് പോസൽ ഏരിയയിലും ഡി സോണിലൊക്കെ നല്ലപോലെ അപ്ലൈ ചെയ്ത ശേഷം നന്നായി ജസ്റ്റ് ഒരു ഔട്ടർ കോട്ടിങ് പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലപോലെ തന്നെ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ഏരിയയിലേക്കും കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. സെയിം തന്നെ ഞാൻ നെക്കിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ചേച്ചി ശരിക്കും ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കൺസീലർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് എല്ലാം ഡോട്ട്സ് ഒക്കെ കൺസീൽ ചെയ്യാണ് ചെയ്തത്. പക്ഷെ ഞാൻ എന്റെ കൺസീലർ ഇല്ല നല്ലത് ഒന്നാമത്. പിന്നെ എനിക്ക് കൺസീലറിനേക്കാളും ഇഷ്ടം കുറച്ചും കൂടെ ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഫൗണ്ടേഷൻ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ബ്ലൂ ഹെവന്റെ ഫൗണ്ടേഷൻ ആണ്. ആൻഡ് ഇത് എത്ര നേരം ലാസ്റ്റ് ചെയ്യുന്നുള്ളതും കൂടെ ഞാൻ ജസ്റ്റ് ഇതിന്റെ കൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഈ ഒരു ബ്ലൂ ഹെവന്റെ റിസൾട്ട് ഒന്നും ഇല്ല, ഒട്ടും കവറേജ് ഇല്ല. നമ്മുടെ പോസും ഡോട്ട്സും എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് എടുത്ത് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. സോ അതുകൊണ്ട് വലിയ മെച്ചൊന്നുമില്ല, എങ്കിലും ചെറിയൊരു കവറേജ് കിട്ടും, അത്രേ ഉള്ളൂ. അപ്പൊ വലിയ മേക്കപ്പ് ചെയ്തൊന്നുള്ള ഒരു ലുക്കും ഉണ്ടാവില്ല. അപ്പൊ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണിത്. ഞാൻ നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കട്ടെ. അതിനായിട്ട് ഞാനിവിടെ ബ്യൂട്ടി സ്പഞ്ചാണ് യൂസ് ചെയ്യുന്നത്. നന്നായി വെറ്റ് ചെയ്തിട്ടുണ്ട്, കാരണം എനിക്ക് ഓവർ കവറേജ് വേണ്ട, അതുകൊണ്ടാണ് വെറ്റ് ആക്കിയിരിക്കുന്നത്. സോ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാണ്. സ്കിന്നായിട്ട് നല്ല രീതിയിൽ മാച്ചായി പോയിക്കോളും. ഇത് ശരിക്കും കണ്ടോ എന്നുവെച്ചാൽ ഓവർ പുട്ടിയടിച്ച ഫീലും ഇല്ല, എന്നാൽ അത്യാവശ്യം നന്നായിട്ട് കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ ഫുള്ള് ബ്ലെൻഡ് ചെയ്യട്ടെ. നന്നായി ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് പോരാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്നുകൂടെ ഓൾറൗണ്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അതിന്റെ ആവശ്യം എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ആ ഒരു ലെവലിലുള്ള ലുക്കിലേക്ക് എത്തുക എന്നുള്ളതാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചത്. നിങ്ങൾക്കും ചെയ്യാം, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുള്ളതൊന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണത് തന്നെ. ഇതിന്റെ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫൗണ്ടേഷന് വെറും 25 രൂപയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റും, എല്ലാവർക്കും അഫോർഡബിൾ ആണ്. സോ ഇനി നമുക്ക് ബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യാം സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ADSന്റെ ബ്രോ പെൻസിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പൗഡർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. സിമ്പിളായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് ഇതിൽ തന്നെ കിട്ടുന്ന സ്പഞ്ച് ഉപയോഗിച്ചിട്ട് ഒരു തിക്ക് കോട്ടിങ് കൊടുക്കാൻ പോവാണ്. അത് വേറെ ഒന്നുമല്ല, ഒരു കേക്ക് എഫക്റ്റ് ഉണ്ടാവാതിരിക്കാനും പിന്നെ ഐ ഷാഡോ ഒക്കെ ഇടുമ്പോൾ അതിലേക്ക് വരികയാണെങ്കിൽ എന്തായാലും കുറച്ചൊക്കെ ഇങ്ങനെ താഴേക്ക് പൊടി പൊടിയായിട്ട് വരും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിലേക്ക് വരികയാണെങ്കിൽ ഒന്നിച്ച് നമുക്ക് തട്ടിക്കളയാലോ. അപ്പോൾ ഐ ഷാഡോ അപ്ലൈ ചെയ്യാനായിട്ട് വെറ്റാൻ വൈൽഡിൻ്റെ ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ട് അതിൽ ഹൈലൈറ്റിംഗ് ഷെയ്ഡും അതേപോലെ ട്രാൻസിഷൻ ഷെയ്ഡുമാണ് ഞാൻ ഐസിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം വെറ്റാൻ വൈൽഡിൻ്റെ ക്വാഡ് പാലറ്റ് ഉപയോഗിച്ചിട്ട് അതിലെ ഗോൾഡൻ ഷെയ്ഡ് എടുത്തിട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് കാജൽ എഴുതാമെങ്കിൽ പ്ലമ്മിന്റെ കാജലില്ല. അപ്പൊ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മെബ്ലൈൻ്റെ കൊളോസൽ കാജലാണ്. അത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഐസ് ഫില്ല് ചെയ്യാണ്. കാജൽ ഉപയോഗിച്ച് ഞാൻ ജസ്റ്റ് ഹാഫ് പോർഷനാണ് ആദ്യം എഴുതുന്നത്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ടൈറ്റ് ലൈൻ കൂടെ ചെയ്യുന്നുണ്ട്. ടൈറ്റ് ലൈൻ ചെയ്ത ശേഷം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സ്റ്റേക്ക് ഒരുക്കിയുടെ ഐലൈനർ ഉപയോഗിച്ചിട്ട് ഒരു ഐലൈനർ കൊണ്ട് ഒരു കോട്ടിങ് കൊടുക്കുന്നുണ്ട്. ഞാൻ അത്യാവശ്യം തിക്കായിട്ടാണ് ഐലൈനർ പൊതുവെ എഴുതാറുള്ളത്. സോ സെയിം പാറ്റേൺ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. നോർമലായിട്ട് എഴുതുന്നത്. ഐസ് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പാക്ട് പൗഡർ നമുക്ക് ബാലൻസ് ഉള്ളത് ഡസ്റ്റ് ഓഫ് ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പൊ ഇനി ഞാൻ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു സ്പൂലി വെച്ചിട്ട് നമ്മുടെ ബ്രോസിന് ഒന്ന് സെറ്റ് ചെയ്യാണ്. ഞാൻ ഇനി ബ്രോസ് എഴുതാനില്ല, എനിക്ക് വലിയ കുഴപ്പമില്ല. പൗഡർ ഇട്ട് കഴിഞ്ഞിട്ട് സ്പൂലി വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ അത്യാവശ്യം മേക്കപ്പിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. സാരി ഉടുത്തിട്ടാവും. അപ്പോൾ സെയിം ആസ് വെച്ചിട്ട് ബ്ലാക്ക് സാരി കിട്ടിയിട്ടുണ്ട്. സെമി ലിനൻ മെറ്റീരിയൽ. ഓർണമെൻറ്റ്സും സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വേഗത്തിട്ട് വരാം. അപ്പോൾ കമ്മൽ 2 ഓപ്ഷനാണ്. സാരി ഡ്രൈപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാല്ല. പിന്നെ ഓൾറെഡി ഞാൻ സ്വെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒന്നൊരു ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യണം. ഓർണമെന്റ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഓർണമെന്റ്സ് ആദ്യം ഇട്ടെ. ഇതൊരു ഓക്സിഡൈസ്ഡ് ജ്വല്ലറി ആണ്. നെക്ക് പീസ് ആണ്. ഇത് ഞാൻ ഓഫ്ലൈനിലാണ് വാങ്ങിയത്. ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഞാൻ ലിങ്ക് വേണമെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ആൻഡ് ഇയറിങ്സ് വന്നിട്ട് ഞാൻ ട്രിച്ചിന്ന് വാങ്ങിച്ചതാണ്. നിങ്ങൾ എൻ്റെ ട്രിച്ചി ഹോള് കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ആൻഡ് റിങ്ങും ഞാൻ ഇവിടെ നിന്ന് ഒരു കടയിൽ നിന്നാണ് വാങ്ങിയത്. ഐ തിങ്ക് അറൗണ്ട് ഒരു 60-70 റുപ്പീസാണ് ആ റിങ്ങിന് വരുന്നത്. പിന്നെ ഒരു നോർമൽ ചെറിയ ബ്ലാക്ക് പൊട്ടാണ്. ആസ്വി ചേച്ചി വലിയ ബ്ലാക്ക് പൊട്ടാണ് വെച്ചത്. ഞാനത് വെച്ചാൽ എനിക്കൊരു മാച്ച് ഇല്ലാത്തതുപോലെ എനിക്ക് സ്വയം ഉള്ളിൽ തോന്നി. അതുകൊണ്ട് ഞാൻ ചെറുതാണ് വാങ്ങിച്ചത്. അപ്പോൾ ചെറുതാണ് തൊടുന്നത്. ആൻഡ് ഇനി നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. ലിപ്സ്റ്റിക്കിന് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബ്ലൂ ഹെവൻ്റെ ഷെയ്ഡ് നമ്പർ 22 ആണ്. നല്ല അടിപൊളി ന്യൂഡ് ലിപ്സ്റ്റിക്കാണ്. അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ബ്ലൂ ഹെവൻ്റെ സിന്ദൂർ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സിന്ദൂരം കൂടെ തൊട്ടു. റെഡി വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ട്, അതുകൊണ്ട് ഫുൾ പിക്കൊക്കെ പിന്നീട് കാണിച്ചു തരാം. അപ്പം ഞാൻ വേഗം പോകാൻ നോക്കട്ടെ. അപ്പോൾ ഞാൻ മുടിയൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എങ്ങനെയോ കെട്ടിയിട്ടാണ് ഇറങ്ങിയത്. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി അവളുടെ അവിടെ നിന്നാണ് മുടിയൊക്കെ പിന്നെ ശരിക്കും കെട്ടിയത്. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഇത് അവിടെ ഫംഗ്ഷൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഹോളിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ കൂടെ ഷൂട്ട് ചെയ്തിട്ട് പോകാമെന്ന്. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അഞ്ജു ആണ് കേട്ടോ ഷൂട്ടൊക്കെ ചെയ്ത് തരുന്നത്. അപ്പോൾ ഇതാണ് ലുക്ക്. അപ്പം ഞാൻ എന്താ വീട്ടിലെത്തി. ജസ്റ്റ് വീട്ടിലെത്തിയുള്ളൂ, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ മുടി അയച്ചു അത്രേ ആയിട്ടുള്ളൂ. അപ്പോൾ മേക്കപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കധികം വലിയ എന്താ പറയുക ഡള്ളായിട്ടൊന്നുമില്ല. ഇത്രയും സാധാ ഫൗണ്ടേഷൻ ആണെങ്കിലും പ്രൈമർ നന്നായിട്ട് മേക്കപ്പിനെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അവർക്ക് സെയിം ഫ്രഷ്നെസ് തന്നെ ഫേസിന് പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ടല്ലോ. ഇവിടെ നിന്ന് പറഞ്ഞാൽ പോയിട്ടില്ല. കാരണം ഒന്നാമത് നമ്മൾ അത്ര ഡാർക്കൻ ചെയ്തിട്ടില്ല, ഇത് ഹെവി മേക്കപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ടായിരിക്കാം വലിയ പോലൊന്നും ഇല്ല, കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ പിമ്പിൾ മാർക്സ് ഒക്കെ ഓൾറെഡി ഉള്ളത് തന്നെ നന്നായി കാണുന്നുണ്ട്. പക്ഷെ മേക്കപ്പ് റിമൂവ് ചെയ്യുന്നതോടെ കാണിക്കാം. ഞാൻ ജസ്റ്റ് മാല ഊരിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഓർണമെന്റ്സ് ആയിട്ട് ഊരി വെക്കാം. അത് കഴിഞ്ഞിട്ട് റിമൂവ് ചെയ്യണത് എങ്ങനെയാണെന്ന് കൂടെ കാണിക്കാം. കാരണം എനിക്ക് തോന്നുന്നു അതും കൂടെ ആകുമ്പോൾ കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. കുറച്ച് ഹെവി ആയിട്ട് ചെയ്യുന്ന സമയത്തായാലും നമുക്ക് ഈ സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. ആൻഡ് ഇതിന് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് മേക്കപ്പ് റിമൂവർ ആണ്. അതില്ലാത്തവർക്ക് ഞാൻ പിന്നെ എക്സ്ട്രാ ഒരു വൈറ്റ് സ്റ്റോൺ പൊട്ടും കൂടെ തൊട്ടുണ്ടായിരുന്നു. അത് പറയാൻ മറന്നുപോയി. അപ്പോൾ അത് വേണ്ടവർക്ക്, അതില്ലാത്തവർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സാധാ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടായാലും നിങ്ങൾക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. പിന്നെന്താ അത്രേ ഉള്ളൂ. ഇപ്പോൾ ഓർണമെന്റ്സ് ഒക്കെ ഊരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഹെയർ ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചു. കാരണം ഇതിപ്പോൾ എന്തായാലും റിമൂവ് ചെയ്യാൻ പോലെ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഹിമാലയുടെ വെറ്റ് വൈപ്സ് ആണ്. വെറ്റ് വൈപ്സ് അത്യാവശ്യം ഡ്രൈ ആയി തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു അതിനെടുക്കാം. കാരണം ഞാൻ ടിഷ്യൂ കൊണ്ടിട്ടില്ല എന്നിട്ട് വെച്ചാൽ മറന്നുപോയി അത് കൊണ്ടുവരാനായിട്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇത് ഉപയോഗിക്കാന്നാണ്. ഇപ്പൊ വെറ്റ് വൈപ്സ് 2 എൻ്റെ ആകെ ഉള്ളൂ. ഇത് എടുക്കാണ്. പാഡ്സ് ഞാൻ കൊണ്ടുവരാൻ മറന്നുപോയി ഇങ്ങോട്ട്. അപ്പോൾ വിചാരിച്ചു ഇതുകൊണ്ട് തന്നെ ചെയ്യാന്നുള്ളത്. എന്നിട്ട് ഇത് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് അതിനൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഉള്ളിൽ ചന്ദനക്കളർ ഇങ്ങനെ കാണാം. ഇത് ഫൗണ്ടേഷന്റെ ഷെയ്ഡ് കണ്ടോ, കണ്ടില്ലേ? അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നിവിയയുടെ മേക്കപ്പ് റിമൂവർ ആണ് ശരിക്കും. പക്ഷെ ഫുൾ മേക്കപ്പ് റിമൂവർ ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പൊ ഇതാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതെടുത്തിട്ട് ജസ്റ്റ് ഈ ഒരു ഇതിലേക്ക് ആക്കി കൊടുക്കാണ്. അതിനുശേഷം ഐ മേക്കപ്പ് ആണ് ഞാൻ ആദ്യം റിമൂവ് ചെയ്യണേ. ഒരു ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. കണ്ടല്ലേ, അത്യാവശ്യം എല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. ഞാൻ നെറ്റിൽ നിന്നാണ് ആദ്യം തുടങ്ങണേ. ഇതിന്റെ ഒരു സൈഡാണ് എടുക്കണത്. ഇതിന്റെ ഒരു സൈഡ് എടുത്തിട്ട് എങ്ങനെയാ വെച്ചാൽ ഇതിൽ നിന്ന് നെറ്റിയും അതേപോലെ തന്നെ ലിപ്സും അതുപോലെ ഫുൾ ഫേസും ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് നെക്കിലും അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. നല്ല പോലെ റിമൂവ്. നമുക്ക് സാധാ വെറ്റ് വൈപ്സ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫേസ് ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഫേസ് വാഷ് ഉപയോഗിച്ച് തന്നെ, അതായത് കുറച്ച് ഹാർഷായിട്ട് തന്നെ വേണം. നമ്മൾ ഇത്രയും മേക്കപ്പ് ചെയ്തിട്ട് കുറെ മണിക്കൂറോളം നമ്മുടെ ഫേസിനെ ഡിസ്റ്റർബ് ചെയ്തല്ലേ. അപ്പൊ ഞാൻ ഈ വെറ്റ് വൈപ്സ് ഒന്നുകൂടെ എടുത്തിട്ട് ജസ്റ്റ് ഇതിൽ ഫുള്ളൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഒന്നിങ്ങനെ വാഷ് ചെയ്യും. അതുകൊണ്ട് ഫുള്ളായിട്ട് ഒന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി പോയിട്ട് വാഷ് ചെയ്തിട്ട് വേണം. ഇപ്പൊ ഫേസ് നന്നായി വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം കൂടുതലും സാധാരണ പച്ചവെള്ളം അല്ലെങ്കിൽ കുറച്ച് ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നമ്മുടെ സ്കിന്നിന് വെറുതെ വിട്ടേക്കുക. ഒരു മോയ്സ്ചറൈസർ ഒരു തേങ്ങ അപ്ലൈ ചെയ്യണ്ട, ജസ്റ്റ് വെറുതെ വിടുക. കാരണം ഇത്ര നേരം സ്ട്രെയിൻ ചെയ്തതല്ലേ, പിന്നെ ഇത് വെറുതെ വിടുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. സോ അപ്പൊ ഇതാണ് എന്റെ വിയറിംഗ് ടെസ്റ്റ് കം
അസ്വി മലയാളത്തിന്റെ ഒരു മേക്കപ്പ് റീക്രിയേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്തേക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.